സായി രാജാവിന്റെ ചെങ്കോലും കിരീടവും അവിടെ താക്കോലും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സായി രാജാവാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരെയും രാജ്ഞിയാക്കി ആ രാജ്ഞിമാരായിട്ടുള്ള 3 പേരെയും ചുറ്റിരുത്തൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ശ്രീതും നോറയുമായിരുന്നു രാജ്ഞിയായിട്ട് അവിടെ ഇരുന്നിരുന്നത്. ജാസ്മിൻ്റെ അടുത്ത് ആദ്യം വരാൻ പറഞ്ഞെങ്കിലും പിന്നീട് ജാസ്മിൻ അവിടെ നിന്ന് മേക്കപ്പ് ചെയ്യാൻ പോയതിന് ശേഷം ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. ജാസ്മിൻ എടുത്ത് ഇന്ന് പഴം തിന്നാൻ നോക്കിയപ്പോൾ ജാസ്മിൻ എടുത്ത് ജയിലിടാനായിട്ട് നോക്കി അവരെല്ലാവരും കൂടിയിട്ട് ജാസ്മിനെ ജയിലിലടക്കിയ രാജാവിന്റെ സമ്മതമില്ലാതെ പഴം തിന്നു എന്ന് പറഞ്ഞിട്ട് ആ കിട്ടിയ സമയത്തിന് ജാസ്മിനും ഇവരെല്ലാവരും കൂടി ഒത്ത് രാജാവിന് ചുറ്റും വളഞ്ഞോടി രാജാവിന്റെ ചെങ്കോലും കിരീടവും എല്ലാം സ്വന്തമാക്കി. ആ സമയത്ത് രാജാവ് വീണ്ടും ചെങ്കോല് സ്വന്തമാക്കാൻ കഴിഞ്ഞു. രാജാവിന്റെ കിരീടവും പോയി, താക്കോലും പോയി. ആ ചെങ്കോലും പിന്നീട് എല്ലാവരും ചുറ്റും നിന്ന് അവിടെ താക്കോലില്ലാത്തതുകൊണ്ട് രാജാവിന് പിന്നെ സംസാരിക്കാൻ പറ്റില്ല. താക്കോലിരിക്കുന്നത് അഭിഷേകിന്റെ കയ്യിലായിരുന്നു. അപ്പൊ അഭിഷേകാണ് രാജാവിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അഭിഷേകിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ രാജാവ് പറഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ ബാത്റൂമിലേക്ക് എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് രാജാവിന്റെ കയ്യിൽ നിന്ന് ചെങ്കോലും അടിച്ചു മാറ്റി രാജാവിനെ കൊണ്ടുപോയി ജയിലിലിട്ട് പൂട്ടി. കൂട്ടത്തിൽ രാജ്ഞിമാരെ ഇട്ട് കൊടുത്തു, കൂട്ടത്തിൽ ഒരു മല്ലയെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ജിൻഡോൻ ഇട്ട് കൊടുത്തു, ഒരു ഡാൻസർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഋഷീന് ഇട്ട് കൊടുത്തു. മൊത്തത്തിൽ രാജാവിന്റെ കയ്യിൽ നിന്ന് എല്ലാം അങ്ങ് അടിച്ചു മാറ്റി. അത് കഴിഞ്ഞപ്പോൾ രാജാവിന്റെ പദവി നഷ്ടപ്പെട്ടു എന്ന് അവിടെ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു. അടുത്ത രാജാവാനായിട്ട് സിജോയ്ക്കും അർജുനും താല്പര്യമുണ്ട്. പക്ഷേ സിജോയാണ് ഇപ്പോൾ അടുത്ത രാജാവായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. സംഭവം നൈസായിട്ടുണ്ട്. സിജോ അവിടെ ആൺപിള്ളേരുടെ അടുത്തെല്ലാം പെൺപിള്ളേരുടെ ഡ്രസ്സും പെൺപിള്ളേരെല്ലാവരും ആൺപിള്ളേരുടെ ഡ്രസ്സുമാണ് ഈ രാജ്യത്തെ ഇനി സ്വീകരിക്കേണ്ടത് എന്നാണ് സിജോ പറഞ്ഞിരിക്കുന്നത്.